അനുമോളെ വിവരിക്കുന്നത് ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. എന്തടേ നിനക്ക് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ എന്ന് പറയാൻ നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? പെട്ടുപോയാൽ നിന്നെ ഞാൻ തൂറി എറിയും എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ നാളായി നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഇടുന്ന ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് രണ്ട് കമന്റ് ഒക്കെ ഇടുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നാലേ ഇതിനകത്ത് എൻഗേജ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലോട്ട് പോകാം. ഒരു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് ലാസ്റ്റ് ബിഗ് ബോസ്, അനീഷ് വേഴ്സസ് അനുമോൾ. ഇവർ തമ്മിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചെറിയ തരത്തിലുള്ള ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഒരുമാതിരി നേഴ്സറി പിള്ളേരിൽ മൂക്കളച്ചണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നാണമില്ല ഇവറ്റകൾക്ക്, ഞാൻ മനസ്സിലാവുന്നില്ല. വെറും ഈ അനീഷ് എന്ന് പറയുന്നവൻ കാള പോലെ വളർന്നില്ല, എന്നിട്ട് ഇവര് നാണമില്ലേ? അയ്യേ സംഭവം എന്താണെന്ന് പറയാം ഗൈസ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഒരു അവാർഡ് ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചുമ്മാ കുറെ ആൾക്കാരെ വിളിച്ചു ചേർത്തിട്ട് അവാർഡ് എടുക്കുന്ന കാര്യമായിട്ട് എല്ലാ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് കൊടുക്കുന്നത്, ഒരു കാര്യം ഞാൻ പറയില്ല. അതിനകത്ത് അനീഷിന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്റ്റാർ ഓഫ് ദ ഇയർ ഡിജിറ്റൽ മീഡിയ 2025 തേങ്ങാക്കൊലയാണ്. അതുപോലെ തന്നെ അനുമോൾക്കും ഒരു കിരീടം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ. എഴുതി വെക്കണം, സ്റ്റാർ ഓഫ് ദ ഇയർ 2025. രണ്ടുപേരും സ്റ്റാർ ഓഫ് ദി ഇയർ 2025. ചെല്ലുന്നവരെല്ലാം സ്റ്റാർ ഓഫ് ദി ഇയർ 2025 ഗൈസ്. ഒരു കിരീടമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫംഗ്ഷനകത്ത് ഈ അനീഷിന് അവാർഡ് കൊടുത്തേക്കുന്ന ഒരാള് നമ്മുടെ പ്രിയങ്ക, കേരളത്തിലെ കുലസ്ത്രീകളുടെ ആസ്ഥാന നേതാവായിട്ടുള്ള പ്രിയങ്ക. ആൻഡ് ക്യാഷ് പ്രൈസ് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു, എന്തോ ടിഷ്യൂ പേപ്പർ ആണെന്ന് തോന്നുന്നു ഗൈസ്, മുഖം തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ ആണെന്ന് തോന്നുന്നു. ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് കൊടുത്തേക്കുന്നത് അനുമോളാണ്, അനീഷിന് കൊടുത്തേക്കുന്നത് അനുമോൾ. നോട്ട് ദ പോയിന്റ്, അനുമോൾ. ഈ ഒരു സാധനം അവാർഡൊക്കെ മേടിച്ചുകൊണ്ട് കിണിച്ച് ചിരിച്ചാണ്ട് ഒരു കുഴപ്പമില്ല. അനുമോള് അവാർഡ് കൊടുക്കുമ്പോൾ അവന്റെ മോന്തയിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല കിണിച്ച് ചിരിച്ച് വീട്ടിൽ വന്നിട്ട് പോസ്റ്റ് ഇട്ടു, മൈൽ സ്റ്റോൺ മേക്കേഴ്സിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഇതാണ് കണ്ട, എളിമ വാരി എറിയുന്ന കൈ കൂപ്പി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ആണ് അളിയൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത്. എഴുതി വെച്ചേക്കുന്നത് വായിക്കാം. പുരസ്കാരങ്ങൾ കിട്ടുന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദ ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ഇനിയാണ് ആ ഒരു സംഭവം വരുന്നത്. അനുമോളെ വിവരിക്കുന്നത് ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. എന്തടേ നിനക്ക് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ എന്ന് പറയാൻ നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ചൊറിച്ചിലും വല്ലതും ഉണ്ടോ? ഈ കുശുമ്പെന്നൊക്കെ പറഞ്ഞ ഈ പെണ്ണുങ്ങളിലെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇമാതിരി കുശുമ്പ് ആണുങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നെ, അയ്യയ്യേ. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ നീ തന്നെ അങ്ങ് വിളിക്കുവാണ്. അനീഷ് പാൽക്കുപ്പി പരിപാടി കാണിക്കല്ലടാ അനീഷേ, എന്താണിത്? അയ്യയ്യേ. ഒന്നുമില്ലെങ്കിലും ഒരു ഷോയിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. പരസ്പരം ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് അതൊരു ബേസിക് മാനേഴ്സ് ആണ്. അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഈ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആവാത്തതിന്റെ ചുരുക്കാണോ നിനക്ക്? അതോ മറ്റേ ഇയാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അനുമോള് പ്രപ്പോസൽ റിജക്ട് ചെയ്തതിന്റെ ചൊറിച്ചിലോ? എന്താണെങ്കിലും ഇമ്മാതിരി കുശുമ്പ്. നീ നിന്റെ കുടുംബ പേരിനോട് 100% നീതി പുലർത്തിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അനീഷ് തറയിൽ പക്ക തറ പരിപാടിയാണ് കാണിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുമോള് സ്റ്റോറി ഇട്ട് കളിക്കുമായിരുന്നു. അത് അതിനേക്കാളും വിവരമില്ലാത്ത ഇതൊക്കെ എന്തിനാണ് പ്രതികരിക്കാൻ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റോറി താണ്ട് ഇങ്ങനെ വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പാടി നടക്കും. പഴയ കഥ പാടി നടക്കുന്ന ആരാണ്? നീയാണ് പഴയ കഥ പാടി നടക്കുന്നത്. ജയിപ്പിക്കുന്നവർ മുന്നോട്ട് പോകുന്നെങ്കിൽ ഇതിനെയൊക്കെ മൈൻഡ് ചെയ്യാൻ മുന്നോട്ട് പോയാൽ പോരെ. ഉണ്ട്, ഒരാൾ മൂല്യം കുറച്ച് എഴുതാം, പക്ഷെ ആളുകളുടെ സ്നേഹം കുറച്ച് എഴുതാൻ ആർക്കും കഴിയില്ല. അനീഷ് എഴുതിയ കേട്ടാ. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷെ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരെങ്കിലും കഴിയില്ല. ഓക്കെ, അടുത്തത്. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ എന്തോ ഒരു അംഗീകാരം ഇല്ലാത്ത പോലെ തോന്നുന്ന അനുമോളെ. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി, ട്രോഫി, കാർ, പ്രൈസ് മണി, അതിലും വലിയ ജനങ്ങളുടെ സ്നേഹം. ഞാൻ എന്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് 4 മാസമായി ഞാൻ മുന്നോട്ട് പോയി, ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നർ ആക്കിയത്. പോയി പണി നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടേപ്പുണ്ട്. എന്നിട്ട് താണ്ട ഒരു മുട്ട എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഈ പോയി പണി നോക്കടാ എന്നിട്ടേക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാം. നിന്റെ ദേഹം പുഴുവായിരിക്കും. പരമച്ചറ്റ നാറി. ഇനി ആർക്ക് വേണം?
വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. തൂറി എറിയും എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഒരു മറുപടി കൊടുക്കുന്നത് മാന്യത. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്മച്യൂരിറ്റിയുടെ അങ്ങേയറ്റം. ഇതാണ് ഞാൻ നേരത്തെ പറയാം, നേഴ്സറി പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കല്ല് ഇറങ്ങി എറിയുന്ന പരിപാടി. ഒന്നാമത്തെ കാര്യം പറയാമല്ലോ, ഈ ലാസ്റ്റ് സീസൺ ബിഗ് ബോസ് ഒരു വിലയും ഇല്ലാത്ത ഒരു ബിഗ് ബോസ് ആയിപ്പോയി. ഈ ജയിച്ചവർക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സീസണിനെ അപേക്ഷിച്ച് കിട്ടുന്ന ഒരു അംഗീകാരം ഒന്നും കിട്ടുന്നില്ല. കമ്പാരിറ്റീവ്ലി കുറവാണ്. ആളുകൾക്ക് തന്നെ മടുത്തു തുടങ്ങിയ പോലാണ് ഈ വട്ടത്തെ ബിഗ് ബോസ് കണ്ടപ്പം ഫീൽ ചെയ്തത്. സത്യമായിട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറെ കണ്ടസ്റ്റൻസിനെ മാറിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണെന്ന് കണ്ട ബിഗ് ബോസ് കഴിഞ്ഞ് 4 മാസം ആയിട്ടും ടൈറ്റിൽ വിന്നറും ഫസ്റ്റ് റണ്ണറപ്പും കൂടെ നട തെളിയിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പിയ തൂറിയെന്നും പറഞ്ഞ് കടന്ന് വാരി എറിയുക. ആണം കെട്ട പരിപാടി. അണ്ട് ഇതിന് റിപ്ലൈ ആയിട്ട് അനീഷ് തറയിലും വന്നിട്ടുണ്ട്. ആണ്ടെ, ആർക്കോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ആണാണെങ്കിൽ മുഖത്ത് നോക്കി പറയാനുള്ള കെൽപ്പുണ്ടാവണം. അല്ലാതെ ട്രോഫി മേടിച്ച് വീട്ടിൽ ചെന്നിട്ട് അയ്യോ വിയർത്തൊലിക്കുന്നേ മറിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലാത്തവന്മാര്. ചില്ലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ ഈ റോബോട്ടിക് PR-കളും പെയ്ഡ് PR-കളും രക്ഷപ്പെടുത്തട്ടെ. PR ഇല്ലാത്ത ആർക്കാണുള്ളത് ഈ വട്ടത്തെ PR ഇല്ലാത്തത്? നീയൊക്കെ കളിച്ച കളി കാരണമാണ് അനുമോള് വിജയിച്ചത്. ലാസ്റ്റത്തെ 2 ആഴ്ച അനുമോളുടെ ഏറ്റവും വലിയ PR നീയും പിന്നെ ഇവിടുന്ന് തള്ളി അങ്ങോട്ട് ചെന്ന് കയറിയ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ആയിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. അതൊക്കെ കഴിഞ്ഞ കഥയാണ്. എന്നിട്ടും നാണ്ട് ഇങ്ങനെ സമ്മതിക്കണം കേട്ടാ. ഇതില്ല, ശോഭയെക്കാളും കഷ്ടമാണല്ലോ. ശോഭയാണ് മറ്റേ സീസൺ 5 അഖിൽമാരാർ കപ്പടിച്ചതിന് ശേഷം എനിക്കായിരുന്ന കപ്പ് വേണ്ടതെന്ന് പറഞ്ഞ് വിഷം തുപ്പി നടക്കുന്നത്. ഇപ്പൊ നാണ്ട് അനീഷും തുടങ്ങിയ ശോഭയുടെ മെയിൽ വെർഷൻ ആണെന്ന് തോന്നുന്നു അനീഷ്. അതോ നിങ്ങൾ തമ്മിൽ ഇനി ജനങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഇടപാടോ അടിയോ വഴക്കോ വല്ലതും ഉണ്ടോ? എന്തായാലും കൊള്ളാം. നല്ല ഏറ്റ ജനങ്ങൾ തിരഞ്ഞെടുത്ത റണ്ണറപ്പും ഫസ്റ്റ് പ്രൈസ് ടൈറ്റിൽ വിന്നറും നല്ല ക്വാളിറ്റി ഉള്ള ടീംസ് ആണ്. നല്ല 2 ബുക്കൊക്കെ എഴുതുന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അനീഷ് കുറച്ച് മെച്യൂരിറ്റി കാണിക്കുക. ഇങ്ങനെ മലന്ന് കടന്ന് തുപ്പല്ല വേണ്ടത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഇളിച്ച് ചിരിച്ചിട്ട് മാറി ഇരുന്നിട്ട് കണ്ട പോസ്റ്റിനകത്തൂടെ അല്ല ഉണ്ടാക്കേണ്ടത്. നാണം കെട്ട പരിപാടിയാണ് 2 എണ്ണം കാണിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ശരി, ബൈ.